ഇടുക്കിയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കട്ടപ്പന മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയായി. ഓസാനം, കാർമൽ, ഓക്സിലിയം സ്കൂളുകളുടെ ഗ്രൌണ്ടുകളിൽ വെച്ചായിരുന്നു പരിശോധന നടത്തിയത്. കട്ടപ്പന ഭാഗങ്ങളിലെ മുഴുവൻ സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമായി. ആകെ 52 സ്കൂൾ ബസ്സുകളാണ് ഇന്നലെ പരിശോധനയ്ക്കായി ഹാജരായത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. വാഹനങ്ങളുടെ ബ്രേക്ക് സംവിധാനം, ടയർ, എമർജൻസി ഡോർ, ഫയർ എക്സ്റ്റിങ്ഷൻ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, GPS സംവിധാനം, സ്പീഡ് ഗവർണർ എന്നിവ ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ വിശദമായി പരിശോധിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയത്. ഇത് ഈ അധ്യയന വർഷം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ ബസ്സുകൾ, അതിലാണ് നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ബസ് സുരക്ഷിതമാണ് എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ആ വാഹനത്തിന് ഫിറ്റ്നസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഇടുക്കി താലൂക്കിലുള്ള കംപ്ലീറ്റ് സ്കൂൾ ബസ്സുകളുടെയും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചതിന് ശേഷം അതിന് പ്രത്യേക സ്റ്റിക്കറുകൾ കൊടുക്കും. ആ സ്റ്റിക്കറുകൾ ഇല്ലാത്ത വാഹനങ്ങൾ ജൂൺ 1 മുതൽ നിരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ വാഹനങ്ങളെ കർശനമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. കാരണം ഒരു തരത്തിലും വാഹനത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഫാൾട്ടും ഉണ്ടാകുവാൻ ഈ അധ്യയന വർഷം ഈ മോട്ടോർ വാഹന വകുപ്പ് സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് ഒരു സ്കൂൾ ബസ് ഓടിക്കുന്നതിന് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. അത് ഹെവി വാഹനമാണെങ്കിൽ 5 വർഷത്തെയും കൂടി അധികമായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ഉള്ളവരെയും പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തവരെയും മാത്രമേ ഡ്രൈവർമാരായിട്ട് നിയോഗിക്കാൻ പാടുള്ളൂ. ആ വിവരവും ജൂൺ 1 മുതൽ ഞങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ ആ ജൂൺ 1 മുമ്പ് ഈ വാഹനങ്ങളെല്ലാം ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സ്റ്റിക്കറും കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ 1 മുതൽ ആ വാഹനങ്ങളെ പിന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങളെ നിരത്തിൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ആ വാഹനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് RTOയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരം മെയ് 31 മുമ്പ് എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ ഈ ഇടുക്കിയിൽ വന്നിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിൻസ് ജോർജ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുരളീധരൻ പിള്ള, നിബു ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഫിറ്റ്നസ് പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്കാണ് സ്കൂൾ സർവീസ് നടത്താൻ അനുമതി നൽകുക എന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.